ഇപ്പോൾ നമുക്കൊപ്പം പി കെ കൃഷ്ണദാസ് കൂടി ചേരുന്നുണ്ട്. നമസ്കാരം സർ. നമുക്ക് എന്താണ് ഈ സംഭവം എന്നുള്ളതാണ്. ഏറെ നടക്കുന്ന ഒരു ക്രൂരത തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അതിൽ പെൺകുട്ടിക്ക് വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നേരെയാണ് ഈ ക്രൂരത ഉണ്ടായിരിക്കുന്നത്. ഇതിനൊപ്പം ഉയർന്നു വരുന്ന ചോദ്യം ട്രെയിനിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഇന്നും നടുക്കത്തോടെ നമ്മൾ കാണുന്നതാണ് ആ സംഭവങ്ങളൊക്കെ മുൻപുണ്ടായിട്ടുള്ളതൊക്കെ. അപ്പോൾ ഈ ഒരു സംഭവം കൂടി ഏറെ ആശങ്കയോട് കൂടിയാണ് കാണുന്നത്. വളരെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന നടുക്കുന്ന സംഭവമാണ് ഇന്ന് വർക്കലയിൽ ഉണ്ടായത്. ഈ ഓടുന്ന തീവണ്ടിയിൽ നിന്ന് കേവലം 19 വയസ്സുള്ള പെൺകുട്ടിയെ തള്ളി തടയിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിക്കുക എന്നുള്ളത് അത്യന്തം ദുഃഖകരവും അതുപോലെ തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായ സംഭവമാണ്. നമ്മുടെ ഈ ഓടുന്ന തീവണ്ടിയിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ നമ്മുടെ നിരവധി തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ റെയിൽവേയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം, ഒപ്പം ഓടുന്ന തീവണ്ടിയിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം, ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായം നമ്മൾ തേടിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും CCTV ക്യാമറകളും അതുപോലെ അനുബന്ധിച്ചുള്ള ചില ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സുരക്ഷ ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷയെക്കുറിച്ച് വലിയ പരാതികൾ നിലവിലില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ തീവണ്ടിയിലെ യാത്രക്കാരുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ചില പരാതികൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഞാൻ ചെയർമാനായിട്ടുള്ള പാസഞ്ചർ എമ്യൂണിറ്റീസ് കമ്മിറ്റി ചെയർമാനായിരുന്ന സമയത്ത് ഈ ഞങ്ങളുടെ കമ്മിറ്റി 2 നിർദ്ദേശങ്ങളാണ് റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചത്. ഒന്ന്, തീവണ്ടിയിലെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ. ഒന്ന്, RPFന്റെ എണ്ണം വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള GRP എന്ന് പറയുന്ന, അതായത് ഗവൺമെന്റ് റെയിൽവേ പോലീസ്, ഇവരുടെ സ്ട്രെങ്ത്തും കൂട്ടണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് RPFന്റെ എണ്ണം കൂട്ടുകയും അതേപോലെ തന്നെ ഈ GRP സംസ്ഥാന പോലീസിന്റെ എണ്ണവും വർദ്ധിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു എല്ലാ തീവണ്ടികളിലും ആവശ്യത്തിന് സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു തീവണ്ടിയിൽ 18 മുതൽ 22 വരെ കോച്ചുകളാണ് ഉണ്ടാവുക. അത് റിസർവ് കോച്ചായാലും ശരി, അൺറിസർവ് കോച്ചായാലും ശരി, ഒരു 18 മുതൽ 24, 22 വരെ കോച്ചുകൾ ഉണ്ടാകും. ഒരു 5 or 6 സുരക്ഷാ ഭടന്മാരെ അത് RPFൽ നിന്നും അതേപോലെ തന്നെ ഈ GRPയിൽ നിന്നും ഗവൺമെന്റ് റെയിൽവേ പോലീസിൽ നിന്നും കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിയോളം ഈ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ ആ എണ്ണത്തിൽ കുറച്ച് കുറവുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് റെയിൽവേ മന്ത്രാലയവും സംസ്ഥാനങ്ങളുടെ, ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര വകുപ്പും തമ്മിലുള്ള ചർച്ച നടക്കുന്നുണ്ട് GRPയുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. RPFന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില റിക്രൂട്ട്മെന്റുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ചില പരിശീലനം പൂർത്തിയാക്കിയിട്ട് പുതിയ ബാച്ചുകൾ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഈ ഈ ഓടുന്ന തീവണ്ടിയിലെ യാത്രക്കാരുടെ സുരക്ഷാ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞാൻ പറയുമ്പം വർക്കലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തെ ഒരു കാരണവശാലും ചെറുതായി കാണാൻ സാധ്യമല്ല. യാത്രക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അത് പരമപ്രധാനമായിട്ടുള്ളതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ്. അതിനു വേണ്ടിയിട്ട് റെയിൽവേ മന്ത്രാലയം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഈ നമ്മുടെ തീവണ്ടിയിലെ യാത്രാ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഇപ്പോഴും ചില പരാതികളുണ്ട്. അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വർക്കലയുടെ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഉറപ്പു നൽകുന്നു, വീണ്ടും റെയിൽവേ മന്ത്രിയുടെയും റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലും ഇക്കാര്യം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നതാണ്. തീർച്ചയായിട്ടും ശ്രീ പി കെ കൃഷ്ണദാസ്, നമുക്കറിയാം ഇതിലിപ്പോൾ ഇതൊരു ചെറുതായി കാണുന്നത് മാത്രമല്ല, ഏറ്റവും ആശങ്കയോട് കൂടി തന്നെയാണ് കാണുന്നത്. ഇതിലിപ്പോൾ ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം, ഇത് ഓരോ ഘട്ടത്തിലും നമുക്കറിയാം ഇതിന് മുൻപുണ്ടായിട്ടുള്ള സംഭവം അടക്കം ഉണ്ടാവും. താങ്കൾ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത് നന്ദി. നമുക്ക്